ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു ഞാൻ. ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലാണ്, നല്ല സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, നല്ല വലിയ ചെമ്മീൻ. അതിട്ടൊരു കറിയൊക്കെ വെച്ച്. പിന്നെ ഇതുണ്ടോ കക്കിരി പെരക്കുമാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുത്തിടാമെന്ന്. അപ്പോൾ ഇതാ നമ്മളിതുണ്ടോ 1 കിലോ ചെമ്മീനുണ്ട് കേട്ടോ, വലിയ ചെമ്മീനാണ്. ഇന്നലെ മേടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വെക്കുമായിരുന്നു. വലിയ ചെമ്മീനാണ് കേട്ടോ. ഇപ്പം ട്രോളിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ കാറ്റും മഴയൊക്കെ കുറച്ച് കുറവാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മീൻ നല്ല വില കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മേടിച്ച് 250 രൂപയുടെ ചെമ്മീനാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എന്തോ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ ഇത് കുറച്ച് ഇതിലെടുത്തിട്ട് മസാല ആക്കിയായിരുന്നു, മുളകിട്ട് മസാല ആക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിത് കുറച്ച് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല വലുതാണ് കേട്ടോ. അടിപൊളി ചെമ്മീൻ. ഇത് അടുത്ത നാളൊന്നും ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ നമ്മുടെ ഈ കാറ്റും മഴയൊക്കെയുള്ള സമയത്ത് 500-450 കിലോന് വിലയുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വില കുറഞ്ഞ് കിട്ടിയത്. നമ്മൾ ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. തലയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. വലിയ ചെമ്മീനായതുകൊണ്ട് ഇവിടെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ പിറകിൽ ഈ തൊലിയൊക്കെ എടുത്തിട്ട് മീനകത്ത് നമ്മൾ കത്തി വെച്ച് കീറിയെടുക്കുമ്പോൾ ഇവിടെ ഒരു കറുത്ത സാധനം ഉണ്ടാവും. അതും കൂടി എടുത്ത് കളയണം. ഇല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ മുറിച്ച് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ തറ നിർത്തിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ തറ നിർത്തി എടുത്തു. ഇതെവിടെ കീറിയിട്ട് അതിൻ്റെ ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയാണ്. 3 തക്കാളി എടുത്ത് കുറച്ച് പച്ചമുളക് മുറിച്ചിട്ടു. ഇനി കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങയൊക്കെ അരച്ച് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇട്ട് അരച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെമ്മീനും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചുള്ള അതിനകത്തോട്ട് നമ്മൾ ഇത് കലക്കി ഒഴിച്ച്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വരികയാണ്. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അടിപൊളി ചെമ്മീൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചെമ്മീൻ കറി. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ 2 കക്കിരി എടുത്തു. കക്കിരിയൊക്കെ എടുത്തിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുത്ത് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തു. 2 കക്കിരി എടുത്ത് 1 സവാള എടുത്തു, അതരിഞ്ഞു ഇട്ട് കൊടുത്ത്. നമ്മൾ പച്ചമുളക് എടുത്തു. പച്ചമുളകും 2 എടുത്തോളൂ. നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് 2 എടുത്ത് അരിഞ്ഞെടുത്തിട്ടു. അപ്പോൾ നമ്മൾ കക്കിരി എന്തായാലും കുരു കളയുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കേട്ടോ. കുരു നല്ലതാണ്, പക്ഷേ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ കുരു ഇടുമ്പോൾ അതെന്തോ ഒരു ചുവ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുരു കളഞ്ഞിട്ടാണ് എടുത്തത്. കുരു നമുക്ക് വേണമെങ്കിൽ തിന്നാം. ഞാൻ പക്ഷേ തിന്നതുമില്ല എടുത്തതുമില്ല. എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്ത് അരച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ, അതിനകത്ത് ഇച്ചിരി കടുക് മാത്രം, ഈ 2 ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിനകത്തോട്ട് ചേർത്തു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തന്നെ തൈരാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അത് കുറച്ച് വലിയ പുളിയൊന്നുമില്ല. എനിക്ക് പുളി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങനെ പുളിയുള്ള തൈരായാലും കൊള്ളാം. പുളിയില്ലാത്തതുകൊണ്ടാണ് തൈര് കൂടുതൽ ഒഴിച്ച്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അങ്ങനെ അത് നമ്മൾ ഇളക്കിയൊക്കെ യോജിപ്പിച്ച് അങ്ങനെ ആ സംഭവം സെറ്റായി. ഇനി നമ്മൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അതാണ്ടാ നല്ല തലയോടുള്ള നല്ല ചെമ്മീൻ കറി,
നല്ല ചുമന്നരിയുടെ ചോറ്, അത് ഇന്നത്തെ സാമ്പാറാണ് കാണുന്നത്. എല്ലാം കൂട്ടി